ജാവ പ്രോഗ്രാമിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസ്ട്രക്ടേഴ്സ്. എന്താണ് കൺസ്ട്രക്ടേഴ്സ്? ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ എന്താണ് ക്ലാസ്, എന്താണ് ഓബ്ജക്റ്റ്, ഏത് വിധത്തിലാണ് നമ്മളൊരു ക്ലാസ് ഡിക്ലെയർ ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ജാവ പ്രോഗ്രാമിങ്ങിനകത്ത് ഒരു ക്ലാസ്സിനകത്ത് ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ മെത്തേഡാണ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഏത് ക്ലാസ് ഉണ്ടെങ്കിലും അതിൻ്റെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. ഒരു ക്ലാസ്സിൻ്റെ ഓബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മെ സഹായിക്കുന്ന മെത്തേഡുകളാണ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. കൺസ്ട്രക്ടർ ഈസ് എ സ്പെഷ്യൽ മെത്തേഡ് ദാറ്റ് ഗെറ്റ്സ് ഇൻവോക്ഡ് അറ്റ് ദ ടൈം ഓഫ് ഓബ്ജക്റ്റ് ക്രിയേഷൻ. ഓബ്ജക്റ്റ് ക്രിയേഷൻ്റെ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവോക്ക് ചെയ്യപ്പെടുന്ന ഒരു മെത്തേഡാണ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. സാധാരണ നിലയിൽ കൺസ്ട്രക്ടേഴ്സിൻ്റെ പേര് എന്ന് പറയുന്നത് ക്ലാസിൻ്റെ അതേ പേര് തന്നെ ആയിരിക്കും. അതേ പേരിൽ തന്നെ ആയിരിക്കും ആ കൺസ്ട്രക്ടേഴ്സ് അറിയപ്പെടുന്നത്. ഉദാഹരണമായിട്ട് ടെസ്റ്റ് എന്ന പേരിലൊരു ക്ലാസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൺസ്ട്രക്ടറിൻ്റെ പേര് ടെസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ അതിനെയാണ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഇനി ഒരു ക്ലാസ്സിന് ഓബ്ജക്റ്റ് ഉണ്ടാക്കാനായിട്ട് കൺസ്ട്രക്ടർ ആവശ്യമാണ്. എന്നാൽ ഏതെങ്കിലും കാരണവശാൽ ഒരു യൂസർ ഒരു ക്ലാസ്സിന് കൺസ്ട്രക്ടർ ഫംഗ്ഷൻ എഴുതിയിട്ടില്ല എങ്കിൽ the compiler will supply a default constructor for creating its objects. ആ കൺസ്ട്രക്ടർ ഉപയോഗിച്ചായിരിക്കും ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. മറ്റൊരു കാര്യം, കൺസ്ട്രക്ടറിന് ക്ലാസിൻ്റെ പേരാണ് കൊടുക്കുന്നത്. എന്നാൽ ആ കൺസ്ട്രക്ടർ ഒരിക്കലും ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ല. ദർ ഇസ് നോ റിട്ടേൺ ടൈപ്പ് ഫോർ കൺസ്ട്രക്ടർ നെയിം. ഒരു ക്ലാസ്സിന് ഒന്നിലധികം കൺസ്ട്രക്ടറുകൾ നമുക്ക് എഴുതാം. എന്നാൽ ആ കൺസ്ട്രക്ടറുകളുടെ ആർഗ്യുമെൻറ്റുകൾ പരസ്പരം വ്യത്യാസമായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ സിഗ്നേച്ചർ ഡിഫറൻ്റ് ആയിരിക്കണം. അപ്പോൾ ഒരു ക്ലാസിൻ്റെ പേരിലുള്ള അനേക ഫങ്ഷൻസ് എഴുതിയുണ്ടാക്കാം, പ്രൊവൈഡഡ് ദെയർ സിഗ്നേച്ചർ ആർ ഡിഫറെൻറ്റ്, അല്ലെങ്കിൽ ദേ വേരി ഇൻ ദെയർ ആർഗ്യുമെൻറ്റ്, നമ്പർ ആൻഡ് ടൈപ്സ്. അത് നമ്മൾ സാധാരണ പറയുന്നത് ഓവർലോഡിങ് എന്നാണ്. ഒരേ പേരിൽ ഒന്നിൽ കൂടുതൽ ഫങ്ഷൻ ഒരേ സ്കോപ്പിനകത്ത് ഒരേ ക്ലാസ്സിനകത്ത് അവൈലബിൾ ആണെങ്കിൽ അതിനെ നമ്മൾ ഓവർലോഡിങ് എന്ന് പറയാം. അങ്ങനെ ഒരേ പേരിൽ ഒന്നിൽ കൂടുതൽ കൺസ്ട്രക്ടർ എഴുതുന്നെങ്കിൽ കൺസ്ട്രക്ടർ ഓവർലോഡിങ് എന്ന് നമുക്ക് അതിനെ പറയാനായിട്ട് സാധിക്കും. ഇനി എപ്പോഴാണ് കൺസ്ട്രക്ടർ വിളിക്കുന്നത്? എപ്പോഴാണ് ഒരു ക്ലാസിൻ്റെ ഓബ്ജക്റ്റ് ന്യൂ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? അപ്പോഴൊക്കെ ആ ക്ലാസിൻ്റെ കൺസ്ട്രക്ടറിനെ ആയിരിക്കും ഇൻവോക്ക് ചെയ്യുന്നത്. കൺസ്ട്രക്ടേഴ്സ് പ്രധാനമായിട്ടും രണ്ട് തരത്തിൽ ഉണ്ട്. ഒന്ന്, default constructor. A constructor having no arguments is called a default constructor. രണ്ടാമത്തത് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർഗ്യുമെൻറ്റ്സ് ഉള്ള കൺസ്ട്രക്ടർ, ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ഉൾക്കൊള്ളുന്ന കൺസ്ട്രക്ടർ. അപ്പോൾ കൺസ്ട്രക്ടേഴ്സിനെ ബ്രോഡ്ലി ഈ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സാധാരണ നിലയിൽ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് ക്ലാസ് നെയിം ഫോളോഡ് ബൈ ബ്രാക്കറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ്, ദെൻ ഡബിൾ ബ്രേസസ് ഓപ്പൺ ഡബിൾ ബ്രേസസ് ക്ലോസ്. ഇതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ക്ലാസിൻ്റെ അതേ പേര് വിത്ത് പാരന്തസിസ്, അതായിരിക്കും ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. ഇനി പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ ഇനി ഈ കൺസ്ട്രക്ടറിൻ്റെ പേര് ക്ലാസിൻ്റെ അതേ പേര് തന്നെയായിരിക്കും, പക്ഷേ ഈ പാരന്തസിസിനകത്ത് ആർഗ്യുമെൻറ്റ്സ് കൊടുക്കും. ഇവിടെ ഒരു എക്സാമ്പിൾ ശ്രദ്ധിച്ചോളൂ. EMB എന്ന പേരിൽ ഒരു ക്ലാസ് ഉണ്ട്. ഈ ക്ലാസ്സിനകത്ത് രണ്ട് ഇൻസ്റ്റൻസ് വേരിയബിൾ ഉണ്ട്, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം. EMB എന്ന പേരിൽ തന്നെ ഒരു മെത്തേഡ്, ഒരു ഫംഗ്ഷൻ ഇവിടെ എഴുതിയിരിക്കുകയാണ്. ദാറ്റ് ഡസ് അബ്സല്യൂട്ട്ലി നത്തിങ്, ബട്ട് ഇറ്റ് ഈസ് കോൾഡ് എ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. മീൻസ് എ കൺസ്ട്രക്ടർ വിത്ത് നോ ആർഗ്യുമെൻറ്റ്, എ മെത്തേഡ് വിച്ച് ഈസ് ഹാവിംഗ് നെയിം ആസ് ദാറ്റ് ഓഫ് ക്ലാസ് നെയിം ആൻഡ് ദാറ്റ് ഹാസ് നോ റിട്ടേൺ ടൈപ്പ്. ശ്രദ്ധിച്ചോളൂ, ഇവിടെ EMB ചെയ്ത 3 ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. 3ഉം കൺസ്ട്രക്ടറാണ്, 3ന് റിട്ടേൺ ടൈപ്പ് ഇല്ല. അപ്പോൾ ഇത് ഡിഫോൾട്ട് കൺസ്ട്രക്ടറാണ്. എന്നാൽ ഈ രണ്ടാമത്തെ ഈ ഫംഗ്ഷൻ നോക്കിയാൽ എഫ് നെയിം എന്ന് പറയുന്നത് ആർഗ്യുമെൻ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറാണ്. ഇത് ഫസ്റ്റ് നെയിം ഇനിഷ്യലൈസ് ചെയ്യുന്നുണ്ട്. അടുത്ത ഫംഗ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇത് കൺസ്ട്രക്ടറാണ്, 2 ആർഗ്യുമെൻ്റ് വരുന്നുണ്ട്, ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഇനിഷ്യലൈസ് ചെയ്യുന്നു. ശ്രദ്ധിച്ചോളൂ, ഇതിൻ്റെ മെയിൻ പ്രോഗ്രാം എഴുതുമ്പോൾ എങ്ങനെയാണ് ഇത് ഇൻവോക്ക് ചെയ്യപ്പെടുന്നത്? ഇവിടെ നോക്കിക്കോളൂ. ഒന്നാമത് EMP E1 ഈക്വൽ ന്യൂ EMP. ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൺസ്ട്രക്ടർ വിളിച്ചിരിക്കും, അതുണ്ടെങ്കിലും ഇല്ലെങ്കിൽ. നിങ്ങൾ ഈ 3 ഫംഗ്ഷനും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ EMP എന്ന പേരിൽ ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടർ
ഇവിടുത്തെ കമ്പൈലർ സപ്ലൈ ചെയ്തുകൊണ്ട് അത് വെച്ചിട്ടായിരിക്കും ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഇനിഷ്യലൈസേഷൻ ഒന്നും ചെയ്യില്ലായിരിക്കും, പക്ഷേ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആവശ്യമാണ്. നിങ്ങൾ 3 കൺസ്ട്രക്ടർ ഇവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ E1 എന്നുള്ള ഓബ്ജക്റ്റ് ഈക്വൽ ടു ന്യൂ EMP എന്ന് പറയുമ്പോൾ ഒരു ഓബ്ജക്റ്റിൻ്റെ ഇൻസ്റ്റൻസ് ഇവിടെ ഉണ്ടാകും. ഇതേ കാണുന്നു, E1 എന്ന പേരിൽ ഓബ്ജക്റ്റ്. ഇതിനകത്ത് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഉണ്ട്, രണ്ടും ഇനിഷ്യലൈസ് ചെയ്തിട്ടുള്ള നള്ളായിരിക്കും അതിനകത്ത് കാണുന്ന വാല്യൂസ്. രണ്ടാമത്തെ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് E2 ഈക്വൽ ടു ന്യൂ EMP അതുൽ. ഇവിടെ ശ്രദ്ധിച്ചോളൂ, രണ്ടാമത്തെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഈ കൺസ്ട്രക്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുൽ ആർഗ്യുമെൻ്റ് ആയിട്ടുണ്ട്, അത് ഫസ്റ്റ് നെയിം ആയിട്ട് അസൈൻ ചെയ്തു, എന്നാൽ ലാസ്റ്റ് നെയിം ഇനിഷ്യലൈസ് ചെയ്യില്ല, എന്നുള്ളത് തന്നെ ആയിരിക്കും. മൂന്നാമത്തെ ഇൻസ്റ്റൻസ്, ഓബ്ജക്റ്റിൻ്റെ ഇൻസ്റ്റൻസ് E3 ആണ്, ന്യൂ EMP അതുൽ വാസൻ, 2 പേരും കൊടുത്തിട്ടുണ്ട്, അത് ഇനിഷ്യലൈസ് ചെയ്യും. ഇതാണ് കൺസ്ട്രക്ടറിൻ്റെ ഒരു ഉപയോഗം അല്ലെങ്കിൽ അതിൻ്റെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഒന്ന്, കൺസ്ട്രക്ടർ എന്താണ്, അതിൻ്റെ ഉപയോഗം എന്താണ്. രണ്ടാമതായിട്ട് ഏതൊക്കെ തരത്തിലുള്ള കൺസ്ട്രക്ടർ ഉണ്ട്. കൺസ്ട്രക്ടർ ബേസ് ദി നെയിം ആസ് ദാറ്റ് ഓഫ് ക്ലാസ് നെയിം. Constructors can be overloaded. Constructors are used to initialize objects. Moreover, constructor should not take any return value. If no constructor is defined within a class, the compiler will a default constructor. Whenever a new operator is used to create object, it will invoke the respective constructors automatically, implicitly. Rules for creating Java constructor. 1. A constructor name must be the same as its class name. 2. A constructor must have no explicit return type. Return type ഉണ്ടാകാൻ പാടില്ല. 3. Constructor cannot be abstract, static, final and synchronized. അപ്പോൾ ഒരു ഫൈനൽ കൺസ്ട്രക്ടർ ഉണ്ടാക്കാൻ പറ്റില്ല, സ്റ്റാറ്റിക് കൺസ്ട്രക്ടർ ഉണ്ടാക്കാൻ പറ്റില്ല, അബ്സ്ട്രാക്ട് കൺസ്ട്രക്ടർ ഉണ്ടാക്കാൻ പറ്റില്ല, സിങ്ക്രണൈസ്ഡ് കീവേഡ് ഉപയോഗിച്ചും അതിനെ റെഫർ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ശ്രദ്ധിച്ചുള്ള കൺസ്ട്രക്ടറിന് ഒരിക്കലും ഒരു ക്വാളിഫിക്കേഷൻ ഇവിടെ ഇല്ല, ക്വാളിഫയർ കൊടുക്കില്ല, ഏതെങ്കിലും കീവേഡ് ഉപയോഗിച്ച് അത് ഡിക്ലെയർ ചെയ്യില്ല. അതാണ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. Now let us see an example. Student. Here ID and name are the instance variables. There is a default constructor that initializes ID to 100 and name to Abu. Parameterized constructor student that takes 2 values into I and string n. ID and name are assigned. Then display is another method. Now here student S1, an object is created with default constructor. This will initialize ID to 100 and name to Abu. Another object S2 is created with parameterized constructor 200 Kiran. So here there are 2 objects. When we display S1.display, it will print the ID of S1 100, ID name of S1 Abu. So 100 Abu ആയിരിക്കും അവിടെ പ്രിന്റ് ചെയ്യുന്നത്. ഇനി S2.display കൊടുത്തു കഴിഞ്ഞാലോ S2 ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇത് ഉപയോഗിച്ചാണ് 200 കിരൺ ആണ് അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 200 കിരൺ ആയിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. കൺസ്ട്രക്ടർ ഓവർലോഡിങ് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ കൺസ്ട്രക്ടേഴ്സ് എന്നുള്ളത് ഒരേ പേരിൽ അനേക കൺസ്ട്രക്ടേഴ്സ് എഴുതാം. ക്ലാസിൻ്റെ അതേ പേരിൽ കൂടുതൽ കൺസ്ട്രക്ടേഴ്സ് ഉണ്ടാകാം. അതിനെ ഓവർലോഡിങ് ഓഫ് കൺസ്ട്രക്ടേഴ്സ് എന്ന് പറയാം. They are arranged in a way that each constructor performs a different task. വ്യത്യസ്തമായിട്ടുള്ള ടാസ്ക് ചെയ്യുവാനായിട്ടാണ് അങ്ങനെ ഉള്ള ഓവർലോഡിങ് നടത്തുന്നത്. അവിടെ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ പാരാമീറ്റേഴ്സ് അതിൻ്റെ ടൈപ്പിലും എണ്ണത്തിലും വ്യത്യാസം ആയിരിക്കും. ഡിഫറൻസ് ബിറ്റ്വീൻ കൺസ്ട്രക്ടർ ആൻഡ് മെത്തേഡ് ഇൻ ജാവ. കൺസ്ട്രക്ടർ ഈസ് എ സ്പെഷ്യൽ മെത്തേഡ്. എന്നാൽ അതുപോലെ അല്ലാത്ത മറ്റ് മെത്തേഡ്സും ഉണ്ടാകാം. അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്നാമത്തെ വ്യത്യാസം നമുക്ക് അറിയാം, കൺസ്ട്രക്ടറിൻ്റെ പേര് എപ്പോഴും ക്ലാസിൻ്റെ പേര് ആയിരിക്കും. അല്ലാത്ത പേരിലുള്ളത് എന്താണ്? മെത്തേഡ് ആയിരിക്കും. ഒന്നാമത്തെ ഡിഫറൻസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൺസ്ട്രക്ടർ ഈസ് യൂസ്ഡ് ടു ഇനിഷ്യലൈസ് ദി സ്റ്റേറ്റ് ഓഫ് എൻ ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻസ്റ്റൻസ് വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യാൻ, അതാണ് സ്റ്റേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എ മെത്തേഡ് ഈസ് യൂസ്ഡ് ടു എക്സ്പോസ് ദി ബിഹേവിയർ ഓഫ് എൻ ഓബ്ജക്റ്റ്. ഒരു ഓബ്ജക്റ്റിൻ്റെ ബിഹേവിയർ എപ്പോഴും ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടായിരിക്കും അത് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ കൺസ്ട്രക്ടർ സ്റ്റേറ്റിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ, മെത്തേഡ് ബിഹേവിയറിനെ
എക്സ്പോസ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. കൺസ്ട്രക്ടറിൻ്റെ മസ്റ്റ് നോട്ട് ഹാവ് എ റിട്ടേൺ ടൈപ്പ്, എന്നാൽ മെത്തേഡ് മസ്റ്റ് ഹാവ് എ റിട്ടേൺ ടൈപ്പ്. തിരിച്ച് എന്തെങ്കിലും റിട്ടേൺ ചെയ്തേ പറ്റൂ. നോ വാല്യൂ റിട്ടേൺ ആണെങ്കിൽ വോയിഡ് പറഞ്ഞേ പറ്റൂ. കൺസ്ട്രക്ടർ ഈസ് ഇൻവോക്ഡ് ഇംപ്ലിസിറ്റ്ലി ബട്ട് മെത്തേഡ് ഈസ് ഇൻവോക്ഡ് എക്സ്പ്ലിസിറ്റ്ലി. എന്ന് പറഞ്ഞാൽ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിക്കുമ്പോൾ ഇംപ്ലിസിറ്റ് ആയിട്ട് വിളിക്കും, പക്ഷേ ഒരു മെത്തേഡ് വിളിക്കണമെങ്കിൽ ഓബ്ജക്റ്റ് നെയിം ഡോട്ട് മെത്തേഡ് നെയിം എന്നുള്ള നിലയിൽ അതിനെ വിളിക്കണം. ജാവ കമ്പൈലർ പ്രൊവൈഡ്സ് എ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഇഫ് യു ഡോണ്ട് ഹാവ് എനി കൺസ്ട്രക്ടർ ഇൻ എ ക്ലാസ്. ക്ലാസ്സിൽ നിങ്ങൾ കൺസ്ട്രക്ടർ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഡിഫോൾട്ടായിട്ടൊരു കൺസ്ട്രക്ടർ കൊടുക്കും. എന്നാൽ മെത്തേഡ് ഇസ് നോട്ട് പ്രൊവൈഡഡ് ബൈ കമ്പൈലേഴ്സ് ഇൻ എനി കേസ്. എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും മെത്തേഡ്സ് ഫ്രീ ആയിട്ടുള്ള സപ്ലൈ കമ്പൈലർ ചെയ്യില്ല. കൺസ്ട്രക്ടർ നെയിം മസ്റ്റ് ബി സെയിം ആസ് ദാറ്റ് ഓഫ് ക്ലാസ്. മെത്തേഡിന് യു ക്യാൻ ഗിവ് എനി നെയിം. Now here there is a class called account. അക്കൗണ്ട് എന്ന പേരിൽ ഒരു മെത്തേഡ് ഉണ്ട്. So that is constructor. There is another method called display that returns void. That is for display. So this is constructor. Account, the method with the name account is constructor, and here the method is display. See how these two constructors and methods are involved. Here new account, it will invoke the constructor implicitly means നിങ്ങൾ അതിനെ ന്യൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വിളിക്കുക. പക്ഷേ ഡിസ്പ്ലേ ഇംപ്ലിസിറ്റ് ആയിട്ട് വിളിക്കുകയല്ല. AC അക്കൗണ്ട് ഓബ്ജക്റ്റ് ഡോട്ട് ഡിസ്പ്ലേ, യു ഹാവ് ടു കോൾ ഇറ്റ് എക്സ്പ്ലിസിറ്റ്ലി. ഇനി അക്കൗണ്ട് ചെയ്യുന്നത് ഈ ഇൻസ്റ്റൻസ് വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റിനെ മോഡിഫൈ ചെയ്യുകയാണ്. എന്നാൽ ഒരു മെത്തേഡ് നെയിം ഉപയോഗിച്ച് വിളിക്കുമ്പോൾ അതിൻ്റെ ബിഹേവിയറിനെയാണ് ഇവിടെ എക്സ്പോസ് ചെയ്യുന്നത്. ഈ നിലയിൽ ഇനി നമ്മൾ കൺസ്ട്രക്ടർ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ടായിട്ട് അക്കൗണ്ട് എന്ന പേരിൽ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ കൊടുക്കും. പക്ഷെ ഒരിക്കലും ഒരു മെത്തേഡ് ഡിഫോൾട്ടായിട്ട് കമ്പൈലർ സപ്ലൈ ചെയ്യുന്നില്ല. സോ ദീസ് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ കൺസ്ട്രക്ടർ ഇൻ ജാവ ആൻഡ് മെത്തേഡ്സ് ഇൻ ജാവ. Now coming to copying an object. നിങ്ങൾ C++ പഠിച്ചിട്ടുണ്ടെങ്കിൽ there is another type of constructor called copy constructors. Now in Java it is possible to write constructors to copy its objects, but there is no term like copy constructor in Java, but it is possible to copy the value of an object using a constructor. Now there are three methods by which you can copy a particular instance values to another object. There are three methods. The first method is you can explicitly define a constructor in order to copy an object. Second one, by assigning the values of an object into another. ഒരു ഓബ്ജക്റ്റിൻ്റെ വാല്യൂ മറ്റൊരു ഓബ്ജക്റ്റിൽ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് എന്ത് ചെയ്യും, അത് കോപ്പി ചെയ്യപ്പെടും. മൂന്നാമത്, ഏതൊരു ക്ലാസ് ഉണ്ടെങ്കിലും അതിൻ്റെ എല്ലാം ബേസ് ക്ലാസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ക്ലാസ് ഉണ്ട്. ദാറ്റ് ക്ലാസ് ഈസ് കോൾഡ് ഓബ്ജക്റ്റ് ക്ലാസ്. ഇഫ് യു റൈറ്റ് എ ക്ലാസ് ബൈ ഡിഫോൾട്ട് ഇറ്റ് ഈസ് എ ഡിറൈവ്ഡ് ക്ലാസ് ഓഫ് ഓബ്ജക്റ്റ് ക്ലാസ്. ഈ ഓബ്ജക്റ്റ് ക്ലാസ്സിനകത്ത് ഡിഫൈൻസ് എ മെത്തേഡ് കോൾഡ് ക്ലോൺ. അങ്ങനെയാണെങ്കിൽ ഏത് ക്ലാസ് ഉണ്ടെങ്കിലും അതിനെന്തുണ്ട്, ക്ലോൺ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഇംപ്ലിസിറ്റ് ആയിട്ട് അതിനകത്തുണ്ട്. നിങ്ങൾ അറിയുന്നില്ല എങ്കിൽ പോലും അതിനകത്തുണ്ട്. ഒരു ഓബ്ജക്റ്റിൻ്റെ ഡോട്ട് ക്ലോൺ വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്സാക്ട് റെപ്ലിക്ക നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. See the example. Here there is a class named test that takes an instance variable data. Here there is a constructor to initialize data to 10. That's a default constructor with no argument. Now I am writing a constructor in order to copy the object of x. You see, test argument, ടെസ്റ്റിൻ്റെ ഒരു ഓബ്ജക്റ്റ് കൊടുക്കുന്നു. അങ്ങനെ എക്സ് ഡോട്ട് ഡേറ്റ ഈസ് അസൈൻഡ് ടു ദി ഡേറ്റ ഓഫ് ദി ഓബ്ജക്റ്റ് റെഫറൻസ്ഡ്. സോ ഡേറ്റ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് കൺസ്ട്രക്ടർ എഴുതിയിട്ടുണ്ട്. മൂന്ന് രീതിയിൽ നമ്മൾ കോപ്പി ചെയ്യാമെന്ന് പറഞ്ഞു. ഒന്ന്, ഇവിടെ നോക്കിയാലോ, ടെസ്റ്റ് T1 ഈക്വൽ ന്യൂ ടെസ്റ്റ്, ഇറ്റ് വിൽ ഇനിഷ്യലൈസ് T1 ഡോട്ട് ഡേറ്റ ടു 10. Now test T2 equal to new test T1. T1 object is supplied as argument to another constructor. So in that case, T2 will be initialized. T2 dot data will be initialized to x dot data. Now it will be 10. About a constructor ഉപയോഗിച്ച് കോപ്പി ചെയ്യാം. Second one, test T3 equal to T1. Just assigning
an object to another object of same class. It will copy the implicit values, so or the instance variables to instance variables of T3. So that is the second method. Third one, you can use the clone method. There is no clone here. In class test there is no clone, but ഏതൊരു ക്ലാസ് എഴുതിയാലും അതിൻ്റെ ബേസ് ക്ലാസ് ആയിട്ട് വരുന്ന ഓബ്ജക്റ്റ് എന്നുള്ള ക്ലാസ് ഉണ്ട്. ആ ഓബ്ജക്റ്റ് എന്നുള്ള ക്ലാസ്സിൽ എന്തുണ്ട്? ക്ലോൺ ഉണ്ട്. അതുകൊണ്ട് ഏത് ക്ലാസ്സിലും നിങ്ങൾക്ക് ക്ലോൺ ഉപയോഗിക്കാം. T1.clone എന്ന് പറഞ്ഞാൽ T1 എന്നുള്ളത് 10 കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഡേറ്റ ഉള്ള ഒരു ഓബ്ജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു എക്സാക്ട് റെപ്ലിക്ക ഉണ്ടായിട്ട് ഇങ്ങോട്ട് അസൈൻ ചെയ്യുകയാണ്, T4ലേക്ക് അസൈൻ ചെയ്യുക. സോ ദീസ് ആർ ദ 3 മെത്തേഡ്സ് ബൈ വിച്ച് വി ക്യാൻ copy constructor, copy values of an object to another object. നമ്മൾ കൺസ്ട്രക്ടേഴ്സ് എന്താണ്, അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഒരു പ്രോഗ്രാമിലേക്ക് നാം കടക്കുകയാണ്. റൈറ്റ് എ ജാവ പ്രോഗ്രാം ടു ഡിഫൈൻ എ ക്ലാസ് റെക്ടാങ്കിൾ വിത്ത് നെസസറി കൺസ്ട്രക്ടേഴ്സ് ആൻഡ് കാൽക്കുലേറ്റ് ഏരിയ പെരിമീറ്റർ യൂസിങ് മെത്തേഡ്സ് ഓഫ് ദി ക്ലാസ്. ഇവിടെ റെക്ടാങ്കിൾ എന്നൊരു ക്ലാസ് ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സിനകത്ത് ലെങ്ത് ബ്രെഡ്ത്ത് എന്നീ ഇൻസ്റ്റൻസ് വേരിയബിൾസ് ഉണ്ട്. ഈ ലെങ്തും ബ്രെഡ്ത്തും ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടി റെക്ടാങ്കിൾ എന്ന പേരിൽ തന്നെ ഒരു കൺസ്ട്രക്ടർ എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ വാല്യൂസ് അസൈൻ ചെയ്യുകയാണ്. ഇവിടെ പാരാമീറ്ററിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ലെങ്തും ബ്രെഡ്ത്താണ്, അതേസമയം ഇൻസ്റ്റൻസ് വേരിയബിൾ ലെങ്തും ബ്രെഡ്ത്തുമാണ്. അപ്പോൾ ഇതെങ്ങനെ അസൈൻ ചെയ്യും? അസൈൻ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ദിസ് എന്നുള്ള കീവേഡാണ്. This keyword refers to the current object in reference. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏത് ഓബ്ജക്റ്റ് ആണോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ആ ഓബ്ജക്റ്റിനെയാണ് ദിസ് എന്ന പേരുകൊണ്ട് റെഫർ ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഇൻസ്റ്റൻസ് വേരിയബിൾ ലെങ്ത് ഓഫ് ദിസ് ഈസ് അസൈൻഡ് വിത്ത് ലെങ്ത് വിച്ച് ഈസ് ദി ആർഗ്യുമെൻറ്റ് ലെങ്ത്. അപ്പോൾ സെയിം നെയിം തന്നെ, അതായത് ഇൻസ്റ്റൻസ് വേരിയബിളിൻ്റെ അതേ പേര് തന്നെ ആർഗ്യുമെൻ്റായിട്ട് ഉപയോഗിച്ചാൽ അവ തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യണമെങ്കിൽ നിശ്ചയമായിട്ടും ആ ഓബ്ജക്റ്റിൻ്റെ റെഫറൻസ് ദിസ് എന്ന് കൊടുക്കണം. സോ ദിസ് ഈസ് എ കീവേഡ് യൂസ്ഡ് ഇൻ ജാവ ടു റെഫർ ദി കറണ്ട് ഓബ്ജക്റ്റ് ഇൻ യൂസ്. അത് ഏത് കോണ്ടെക്സ്റ്റിലും അത് മെത്തേഡിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സോ ദിസ് കീവേഡ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഗെറ്റ് ഏരിയ ദാറ്റ് റിട്ടേൺസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ഗെറ്റ് പെരിമീറ്റർ ദാറ്റ് റിട്ടേൺസ് 2 into length plus breadth. So that's a class, that's an independent class with a constructor and necessary methods. Now I'm using another class to write a main method that creates an object rect with arguments 10 and 5. So here it will invoke the constructor with the 10 and 5 as arguments. Those arguments will be stored in the instance variable. So rect will contain an instance variable length with the value 10 and another instance variable breadth with the value 5. Now I am displaying the details. Rect.length that can be displayed, rect.breadth that again can be displayed. So length equal to 10, breadth equal to 5. Now in order to display area, I am invoking rect.getArea. So it will invoke this method, rect.getArea, that will return, calculate and return the area. So that area will be displayed here, and perimeter equal to rect.getPerimeter. It will return the perimeter. So while compiling this program, this can be stored in separate files or same files. But when we compile these programs, we will get 2 class files, rectangle.class and findRectangleArea.class. മെയിൻ ഉള്ള ക്ലാസ് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഫൈൻഡ് റെക്ടാങ്കിൾ ഏരിയ എന്നുള്ള മെത്തേഡ് അല്ലെങ്കിൽ ആ ക്ലാസ്സിൻ്റെ മാത്രമേ ജാവ ഫൈൻഡ് റെക്ടാങ്കിൾ ഏരിയ എന്ന് വിളിക്കാൻ സാധിക്കുകയുള്ളൂ. സോ ദാറ്റ് വിൽ ക്രിയേറ്റ് ഓബ്ജക്റ്റ് ഓഫ് റെക്ടാങ്കിൾ ക്ലാസ് ആൻഡ് ഡിസ്പ്ലേ ദി ഡീറ്റെയിൽസ്. റെക്ടാങ്കിൾ എന്നുള്ള ക്ലാസ് ഉണ്ട്, പക്ഷേ ഇതിനകത്ത് മെയിൻ ഇല്ലാത്തത് കൊണ്ട് ഇത് എക്സിക്യൂഷന് വേണ്ടി വെർച്വൽ മെഷീനിൽ കൊടുത്താൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ സാധ്യമല്ല. മെയിൻ മെത്തേഡ് ഇവിടെ ഇല്ല. ഈ റെക്ടാങ്കിൾ എന്നുള്ള ക്ലാസ് ഇതിനകത്തൊരു ഓബ്ജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷന് വേണമെങ്കിലും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് നേച്ചറിൽ ഈ രീതിയിൽ ഫുൾ ഫ്ലെഡ്ജ്ഡ് ക്ലാസ്സസ് എഴുതാനും മെയിൻ ഉപയോഗിച്ച് അതിൻ്റെ ഓബ്ജക്ട്സ് ആവശ്യാനുസരണം ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാനും സാധിക്കും. സോ നമ്മൾ പ്രധാനമായിട്ടും കൺസ്ട്രക്ടർ എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്.
എന്താണ് കൺസ്ട്രക്ടർ, കൺസ്ട്രക്ടറിൻ്റെ ഉപയോഗം എന്താണ്, കൺസ്ട്രക്ടർ എങ്ങനെ എഴുതാം, കൺസ്ട്രക്ടറിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, ഡിഫോൾട്ട് കൺസ്ട്രക്ടർ, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ, കൂടാതെ കൺസ്ട്രക്ടേഴ്സിൻ്റെ ഓവർലോഡിങ്ങിൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. കൺസ്ട്രക്ടറും മെത്തേഡ്സും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കണ്ടു. എങ്ങനെ നമുക്ക് ഓബ്ജക്ട്സ് കോപ്പി ചെയ്യാം, 3 തരത്തിൽ ഓബ്ജക്ട്സ് കോപ്പി ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ജാവയുടെ തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.